ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സിയാദ് ഖാൻ്റെ വീട്ടിലുള്ളവരുമായിട്ട് ഒന്ന് റിസോർട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യത്തെ റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 11 മണി ആ ഒരു സമയത്ത് ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു ട്രാവലർ സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറൊക്കെ ആകുമ്പോൾ 2-3 കാറ് ഒക്കെ ആയിട്ട് പോകുമ്പം ഒരു എൻജോയ് ചെയ്യലുണ്ടാവില്ല. ഇതാകുമ്പം എല്ലാവരും ഒന്നിച്ച് നല്ലതുപോലെ എൻജോയ് ആക്കുക. പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം എൻജോയ് ആക്കുക. നമ്മൾ പുറത്ത് പോകുന്നത് അറിയാൻ നല്ലതുപോലെ എൻജോയ് ആക്കാനാണല്ലോ. അപ്പം ഈ ട്രാവലറും കൂടി ആക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ എൻജോയ് ആക്കാം. അപ്പോൾ നീയൊക്കെ നല്ല ഹാപ്പിയാണ്. അങ്ങനെ കുട്ടികളെല്ലാവരും നല്ലതുപോലെ ഹാപ്പിയാണ്. അവർ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണി, ചോറ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യത്തെ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്യുന്നത് 3 മണി ആ ഒരു ടൈമിലേക്കാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. ഇത് 2 മണിക്കാണ് അവിടെ പോകാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ 3 മണി ആയപ്പോഴും അവിടെ റൂമൊന്നും സെറ്റായിട്ടില്ല. സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ റിസോർട്ടിലേക്ക് എൻട്രി ചെയ്തു. ഇനി നമുക്ക് റൂമൊന്നും അവർക്ക് സെറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ റൂമിലെത്തിക്കണം. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ട്രാവലർ നിർത്തി വെച്ചിട്ട് കുറച്ച് റൂമിലേക്ക് ഏത് റൂമാണെന്നുള്ളത് ഒന്ന് സെറ്റായിട്ട് വേണം അതിലേക്ക് പോകാൻ. അങ്ങനെ ലഗേജും കാര്യങ്ങളും കൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് റൂം കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ഫ്ലോറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അനിയനും ഞാനും കൂടി, അനിയനും അതേപോലെ നമ്മളും, അങ്ങനെ 2 ആൾക്കായിട്ടുള്ള മേലിൽ താഴെയായിട്ടുള്ള റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മേലയിൽ തന്നെ അവിടെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ചായ കുടിക്കാമെന്ന് വെച്ചാൽ ടീ പൗഡർ, അതുപോലെ മിൽക്ക് പൗഡർ, വാട്ടർ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അതിൻ്റെ ഒരു സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി തന്നെയാണ്. പിന്നെ ഇവിടെ വന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് അവർ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങേണ്ട ഒരുക്കത്തിലാണുള്ളത്. ആ ഒരു ചോട്ട വരെ അങ്ങനെയാണ് അവസ്ഥ. ചെറിയ മോള് വരെ അതാണ് അവസ്ഥ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്നുള്ള ഇതിലുള്ളത്. അങ്ങനെ ഞങ്ങൾ പോവാണ്, സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. അത്യാവശ്യം ഇവിടെ നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഒരു എന്താ പറയുക, നമുക്കവിടെ പോയി കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞ് നമുക്ക് ചില റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നടക്കാനും ഇതാക്കാനൊന്നും പ്ലേസ് ഇല്ലാതെ റിസോർട്ടിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇതെല്ലാം ആകുമ്പോൾ വെച്ചാൽ നമുക്ക് നല്ലതുപോലെ എൻജോയ് ആക്കാം. റൂമൊക്കെ പല പല മോഡലും പല പല ഇതിലാണ് ഉള്ളത്. എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്ക് കിട്ടിയ റൂമെന്ന് പറയാൻ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂം തന്നെയാണ് കിട്ടിയത്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള, എല്ലാം പുതിയതായിട്ടൊന്ന് അവർ സെറ്റാക്കി എടുത്തതാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇതാ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ എത്തിയ ഉടനെ തന്നെ കുട്ടികളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് സമയം നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്പെൻഡ് ചെയ്തു. എല്ലാവരും കൂടി കഴിഞ്ഞ ശേഷം നമ്മളും കൂടി ഇറങ്ങി അത്യാവശ്യം എൻജോയ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മോൾക്ക് അത്ര വലിയ വെള്ളത്തിലിറങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് അവൾ കാല് മാത്രം വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിച്ചു. അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി ഒന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങി. രാത്രി ഒരു പ്രത്യേക ഭംഗിയാണ് ഇതുപോലെ അവിടെ നടക്കാൻ. പിന്നെ അവിടെ കളിക്കാനുള്ള നല്ല അടിപൊളി സെറ്റപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏണിയും പാമ്പ്, ലുഡോ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല എൻജോയ് ആക്കാൻ പറ്റിയൊരു ഗെയിം തന്നെയാണല്ലോ. അങ്ങനെ അതൊക്കെ കളിച്ചു. പിന്നെ ലുഡോ ഉണ്ട്, പിന്നെ ക്യാരം ബോർഡ്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് സമയം നമ്മൾ കളിച്ച് സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മളത് എൻജോയ് ആക്കിയിട്ടുണ്ടായിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോകണം. പിന്നെ ക്യാമ്പ് ഫയർ അതേപോലെ 8-8:30 ആ ഒരു ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്ക് അവിടെ എത്താമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയാണ് രാത്രി ഇവിടെ കാണാനും. നല്ലതുപോലെ നമുക്ക് നടന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതുപോലെ എന്താ പറയുക, നല്ലൊരു ഭംഗിയാണ് അവിടെ കാണാൻ. പിന്നെ അവിടെ മഴ കാരണം കുറച്ചൊക്കെ ഒരു നമുക്കിപ്പം പുറമൊക്കെ ചെറുതായിട്ടൊരു അലോസരമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നന്ന മോശമായിരുന്നല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധത്തിലുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ കളിക്കേണ്ട പ്ലേ ഗ്രൗണ്ടിൽ അത്യാവശ്യം കളിക്കേണ്ട ഐറ്റംസൊക്കെ ഉണ്ട്. ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സ്ലൈഡിങ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അത്യാവശ്യം കുട്ടിക്ക് എൻജോയ് ആക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ ഫുൾ ഡാൻസും പാട്ടും ഒന്നും പറയണ്ട. നല്ല സ്പീക്കറിൽ അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ പാട്ട് വെച്ച് കുട്ടികളും നമ്മളും എല്ലാവരും കൂടി നല്ലതുപോലെ എൻജോയ് ആക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഇഷ്ടമുള്ളത് നമ്മൾ ഓർഡർ ആക്കാം കേട്ടോ ചെയ്തത്. അവിടെ നമുക്ക് മോർണിംഗ് ആണ് ഫുഡ്.
പിന്നെ രാവിലെ നമുക്ക് നല്ല വ്യൂ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോൾ തന്നെ ഉള്ളത് വ്യൂ ഇതാണ്. നല്ല മങ്കികൾ നിരക്കാൻ നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമ്മളെ കണി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചായ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ അവിടുത്തെ ചായ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ചായ വെച്ചു. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് അങ്ങനെ ചായ കുടിച്ചു. പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് നടന്ന് ഒന്ന് എൻജോയ് ആക്കാം, ഏട്ടൻ്റെ റൂമിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്. അവിടെ അടുത്തടുത്ത് തന്നെയാണല്ലോ എല്ലാവരും കിട്ടിയ റൂം. ഏട്ടൻ്റെ മാത്രമായിട്ടുള്ള ഒരു റൂമാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോയി. അവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റൂമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെക്കാളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത പോലെ, അതേപോലെ ഒരു നല്ലൊരു അടിപൊളിയാണ് അതിൻ്റെ അകമൊക്കെ കാണാൻ. ഇതാണ് ആ ഒരു റൂം. നല്ല അടിപൊളിയാണ്, എന്തൊരു ഭംഗിയുണ്ട് ആ ഒരു റൂം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം ടൈമൊക്കെ അങ്ങ് ഇതായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് നടന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാം മൊത്തത്തിൽ നമ്മളൊന്ന് കണ്ടിട്ട് ഇതാവണമല്ലോ, കവർ ചെയ്യണമല്ലോ. അപ്പം ആ ഒരു സമയത്തേക്കൊന്ന് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ പോകേണ്ട ഒരുക്കങ്ങളാവും. അതുകൊണ്ട് അങ്ങനെ ചുമ്മാ നടന്ന് കുറച്ച് സമയം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ട റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി തന്നെയാണ്, ഫുഡൊക്കെ അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. പക്ഷേ അതിൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റായി പോയി. അപ്പോൾ ജ്യൂസ് കാര്യങ്ങളും ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് ഒക്കെ വേണ്ടുന്നതൊക്കെ ഒന്ന് സെലക്റ്റാക്കി അടിപൊളിയായിട്ടുള്ള പൂരി, ചിക്കൻ കറിയും പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയി. പിന്നെ തിരിച്ചു പോകേണ്ട ഒരുക്കങ്ങളാണ്. പിന്നെ കുറച്ച് സമയം നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് കുട്ടികളെ കുറച്ച് സമയം കൂടി കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്, അവർ കുറച്ചും കൂടി എൻജോയ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ കുറച്ച് സമയം കൂടി നമ്മൾ എൻജോയ് ആക്കിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലതുപോലെ എൻജോയ് ആക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പിന്നെ വന്നത് ഒരു അടിപൊളിയായിട്ട് തോന്നുള്ളൂ. അപ്പം ഏറുമാടമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കാണാമെന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ലൊരു വ്യൂ ആണ്. അപ്പം ഇവിടെ ഏറുമാടത്തിൽ കയറിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം അടിപൊളി ഭംഗിയാണ്. അപ്പോഴേക്കും ഇവിടെ നല്ലതുപോലെ കുറേ മങ്കികൾ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം റെഡിയായി നമ്മൾ തിരിച്ചു പോവാണ്. അതിൻ്റെ സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണ്. അത്യാവശ്യം നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല നല്ല അടിപൊളി, നമുക്ക് വന്നത് വെറുതെ ആയതെന്ന് തോന്നിയിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.